എല്ലാവരും ഞാൻ പല ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും നിങ്ങളുടെ ഫേസ് ചെയ്ത സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ചോദിക്കണം. എനിക്ക് അതല്ല അറിയേണ്ടത്. എനിക്ക് ഹൗ മച്ച് ഫൺ യു ആർ ഹാവിങ്, നിങ്ങളുടെ ഈ റിലേഷനിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആണെന്നാണ് ആദ്യം അറിയേണ്ടത്. ഞങ്ങളുടെ റിലേഷനിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. കാരണം ഈവൻ ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബിൾ ആൾക്കാരാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല, ഭയങ്കര ചിൽ മൈൻഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈവൻ ആശയാണെങ്കിലും ഭയങ്കര ട്രിപ്പ് മൂഡുള്ള ആളാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരാളാണ് ആശി, ആശയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് കളി പറഞ്ഞാലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് തമാശ ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ അതാ മാത്രമേ നോക്കുന്നുള്ളൂ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നിങ്ങൾ തമ്മിൽ ഒരു അടി കൂടിയാൽ ആരാണ് ആദ്യം ഒന്ന് സോറി പറയാ? ഞാൻ പറയില്ല, ആശി പറയും. അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്, ഞാൻ പറയില്ല. അത് എന്താണ്? ഞാനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആശി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയല്ല. ഞാൻ ഈ ആശി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ ഇതാക്കും. ആശി മാക്സിമം സൈലന്റ് ആവും. ഇവൻ സൈലന്റ് ആയി ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ പോയിട്ട് ഇങ്ങനെ തോന്നുന്നു തുടങ്ങും. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ കുറെ കഴിയുമ്പോൾ ആശിനെ വന്നിട്ട് സോൾവ് ചെയ്യും. ചിലതൊക്കെ ഞാനും പോയി സോൾവ് ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ആശയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സോൾവ് ചെയ്യാൻ വരാറ്. എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല സാധാരണ? വായി നോക്കി അതിന് പ്രശ്നം ഉണ്ടാക്കിയ കുഴപ്പമൊന്നുമില്ല. മെസ്സേജ് വന്ന് ആശിക്ക് കുറെ മെസ്സേജ് വരും. ഈവൻ ഇപ്പൊ ഞാൻ എന്റെ ഷോപ്പിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് ദുബായിൽ ഷോപ്പ് ഉണ്ട്, പെർഫ്യൂം ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിന്റെ നമ്പർ കൊടുത്തിരുന്നത് ആശിയുടെ നമ്പറാണ്. അപ്പൊ എന്നെ ഫെൽറ്റ് ചെയ്യുന്ന ആൾക്കാരും അതിലേക്ക് മെസ്സേജ് അയക്കും. ആശിനെ ഫെൽറ്റ് ചെയ്യുന്ന കൂടുതൽ ആശിക്കാൻ മെസ്സേജ് വരും. കാരണം ആശിന്റെ നമ്പറാണല്ലോ. ഇത് ഞാൻ വീട്ടിലാണ്, ആശിയുടെ ഷോപ്പിൽ എവിടെ ഉണ്ടാകും. അപ്പൊ ആശി റിപ്ലൈ കൊടുക്കും. ഞാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ അവന്റെ ഫോണൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ വേണം ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇതിനെ റിപ്ലൈ കൊടുത്തത് ഷോപ്പിന് അതിന് റിപ്ലൈ കൊടുത്തത് കസ്റ്റമർ ഡീലിംഗിന്റെ ആളാണ്. അങ്ങനെ ചെറിയ ചെറിയ പണിക്കാണ്. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ എല്ലാവർക്കും മീൻസ് ഈ ചോദ്യം ചെയ്തവരെയും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പം അവരുടെ ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റാലിറ്റി എന്താണ്? ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അക്സെപ്റ്റഡ് ആയി. കുറെ സ്റ്റാർട്ടിങ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നെഗറ്റീവ് കമന്റ് ഇല്ലാന്നല്ല, പക്ഷെ കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റേഷൻ വന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ മുഖേന, അറിയാലോ? അതെ അതെ, അതായതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ സ്ട്രോങ് ആയി. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി, നിങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കാണാൻ എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ എന്താണ് വേറെ ഒരു സീക്രട്ട് ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നുണ്ട്? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെ മെയിൻ. പിന്നെ വിട്ടുവീഴ്ചകളൊക്കെ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പറ്റില്ല. അപ്പൊ അത് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് അതിലിങ്ങനെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കാണ്ട് അതങ്ങ് വിട്ട് ഓക്കെ ആവുമ്പോൾ നന്നാവും. നമ്മളിങ്ങനെ ചൊറിയുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്, അതിപ്പോൾ ഏത് റിലേഷൻ ആണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റിന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഇറിറ്റേറ്റ് ആവുക ചെയ്യുക. ഇറിറ്റേറ്റ് ആയ ആൾക്കാർക്ക് ഒരിക്കലും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം തെറ്റുകളൊക്കെ മനുഷ്യന്മാരൊന്നും പറ്റുന്നില്ല. അതങ്ങ് സോൾവ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക. നമുക്ക് ലൈഫ് ഇനിയും ത്രൂ ഔട്ട് എടുക്കുന്നില്ല. അപ്പോൾ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കണ്ടല്ലോ, ഹാപ്പി ആയിട്ട് പോവാം. അതിനൊക്കെ അതിന് ഈ ഹാപ്പി ആയിട്ട് പോകാൻ നമുക്ക് ഈ വേണ്ടാത്ത കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിടണം എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ പറയും. നമുക്ക് വേണ്ടാത്ത ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടാൽ അങ്ങനെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ല. പൊതുവെ എനിക്ക് ആഷിക്ക് ലൈക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കാരണം അവന് ദുബായിലാണെങ്കിൽ ഇവിടെ ആണെങ്കിലൊക്കെ ഈ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ആയിട്ട് ഇതായിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് പൊതുവെ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഉള്ള ഫ്രണ്ട്സിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ മോശം ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഒഴിവാക്കി. ഇപ്പോൾ ഉള്ളവർ ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, അത്ര വളരെ വലിയ എണ്ണാവുന്ന കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഇവൻ ആഷിക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. എല്ലാവർക്കും ജാസി അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ജാസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ് ആണായിട്ട് പെണ്ണിന്റെ വീഡിയോസ് ചെയ്യുമായിരുന്നു. എനിക്ക് കൂടുതൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചില ആൾക്കാർ ഗോസിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ജാസി നാട്ടിൽ പോയ ആണും ദുബായിൽ വന്ന പെണ്ണുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ തന്നെ വരാൻ കാരണം. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജാസി എന്താണെന്ന് ചോദിക്കുമ്പോൾ ജാസി ഒരു പെണ്ണാണോ അല്ലെങ്കിൽ ജാസി ഒരു ആണാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്താൽ മതി. എനിക്ക് ഒരു പെണ്ണെന്ന സത്യത്തിലോ അല്ലെങ്കിൽ ആണെന്ന സത്യത്തിലോ ഇരിക്കാണ്ട് കൂടുതൽ എനിക്കൊരു മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ലേഡി കോസ്റ്റ്യൂമിലൊക്കെ പുറത്ത് പോകുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് കമൻറ്റ് കുറേയൊക്കെ ഒന്ന് കുറഞ്ഞു. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്, ഈവൻ ലേഡീസൊക്കെ ചോദിക്കുന്നത് കോസ്റ്റ്യൂം എവിടുന്ന, സാരി എവിടുന്ന, നല്ല ഭംഗിയുള്ള ജ്വല്ലറീസ് ആണല്ലോ, കുറച്ചുകൂടി ഭംഗി കൂടിയല്ലോ, ബ്യൂട്ടി ടിപ്സ് പറഞ്ഞതായോ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിരിക്കുന്നതാണോ ബ്യൂട്ടി ആയിരിക്കുന്നതിൻ്റെ ഒരു? തീർച്ചയായിട്ടും അത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങും. ആശി ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ടൈം ഫ്രീ ആണല്ലോ, ഞാൻ കുറേ കഴിഞ്ഞ് ഉറങ്ങും. പിന്നെ ദുബായിൽ ഇപ്പോൾ ലൈവ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ടിക്ടോക്കിൽ ഞങ്ങൾക്ക്. അപ്പോൾ ആശി വരുന്ന ഒരു 10-15 മിനിറ്റ് 20 ഞാൻ ലൈവ് ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആശി വന്നു കഴിഞ്ഞാൽ പിന്നെ ആശി ലൈവ് ഇരിക്കും. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കും കിച്ചണിൽ. അങ്ങനെ അതെ അതെ, അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഈ സൊസൈറ്റിയുടെ ഒരു അക്സെപ്റ്റൻസ്
എന്നുള്ളത് ഇപ്പം ആസ് എ കപ്പിൾ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ മാത്രം ഹാപ്പി ആയിരുന്നാൽ പോരെ, നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മൾ ഹാപ്പി ആക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കാം, നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പം ഇവരുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡും എനിക്ക് തോന്നുന്നു ഒരു 5 years മുന്നേ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഇപ്പോൾ അവർ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ അവരുടെ ഒരു അക്സെപ്റ്റൻസും അവരുടെ ഒരു സപ്പോർട്ടും ഒക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അങ്ങനെ വലിയ സപ്പോർട്ട് ഇല്ല. ആശ്രയ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ, പക്ഷെ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഓക്കെയാണ്. അവരിഷ്ടം പോലെ അവരങ്ങ് ജീവിക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. ഇപ്പൊ പിന്നെ ആദ്യം കുറെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുമായിരുന്നു. പിന്നെ അങ്ങനെ ആരും അങ്ങനെ പറയാറില്ല, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അവർക്ക് തോന്നിക്കാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ അതിനെ കുറിച്ച് സംസാരിക്കാറില്ല. അപ്പൊ നിങ്ങൾ ആസ് എ കപ്പിൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഞാൻ എൻ്റെ പാർട്ണറാണ് ആഷി എന്നാണ് എല്ലാവരോടും ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻഗേജ്മെന്റ് വീഡിയോസിന്റെ, നിക്കാ വീഡിയോസിന്റെ ഫോട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ലൈക്കും കമന്റും വ്യൂസും കുറേ ആശംസകളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ആൾക്കാരെ ഇങ്ങനത്തെ ആൾക്കാരെയും ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഇനീഷ്യൽ പീരീഡുകളാണല്ലോ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ജാസി എന്ന വ്യക്തി ബൈ ഹാർട്ട് ഓൾസോ ഒരു വലിയ ആളായതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരാം. അത് വളരെ കോമൺ ആണ്. വി ആർ ഓൾ ഹ്യൂമൻ, വി മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ആ ഒരു ടൈം പോയിന്റിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ഒക്കെ ചെയ്തായിരുന്നു, ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. സോഷ്യൽ മീഡിയ ഭയങ്കര എന്താ പറയുക, നിങ്ങളുടെ വീഡിയോസ് അല്ല, നിങ്ങളുടെ വീഡിയോസ് അല്ലാണ്ട് നിങ്ങളുടെ വീഡിയോസ് എടുത്ത് വീഡിയോസ് ചെയ്യുന്ന ട്രോളേഴ്സ് ഉണ്ട്. ഇവരിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫൊക്കെ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ വെറും തമാശ കളിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ എന്താ അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നിയത് പെട്ടെന്ന്? കാരണം ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റക്ക് ആവുകയാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച വ്യക്തിയല്ല. അപ്പോൾ ഇവൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ച വ്യക്തിയില്ല. അപ്പോൾ അത് എങ്ങനെ വന്നു പോയി എന്താ എനിക്കറിയില്ല. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഭയങ്കര, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തി ആ ഒരു കുട്ടിയാണ്. ഇപ്പോഴാണെങ്കിലും ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ തന്നെ എനിക്ക് നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ആര്യ ചേച്ചി പറഞ്ഞ പോലെ വെടി വെച്ച് കൊല്ലാനുള്ള ദേഷ്യം ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ കുട്ടിക്ക് ഒരിക്കലും ഞാൻ പുറത്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. എനിക്ക് അത്രയ്ക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആരെങ്കിലും മരിച്ചു പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ കുട്ടി മാത്രമാണ്. കാരണം അത്രയ്ക്ക് എനിക്ക് അതിനോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ. കാരണം അത്രയ്ക്ക് എനിക്ക് ആ കുട്ടിയോട് വെറുപ്പാണ്. കാരണം അത്രയും നല്ല രീതിയിൽ സ്മൂത്തായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ എൻ്റെ ലൈഫിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ ഇടയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് ഇരുന്ന് ചിരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇപ്പോഴും ത്രൂ ഔട്ട് എന്നെ ഇപ്പോഴും ടിക്ടോക്കിൽ, ഞങ്ങൾ ദുബായിൽ ടിക്ടോക്ക് ഉണ്ട്, ടിക്ടോക്കിൽ ഇപ്പോഴും എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ ക്യാപ്ഷനൊക്കെ എഴുതി വെച്ച്, വളരെ വൾഗറായിട്ട് ക്യാപ്ഷനൊക്കെ എഴുതി വെച്ച് ഇപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ കുട്ടി. ഞാൻ അത് ഓൾറെഡി വിട്ട കേസാണ്. പക്ഷേ ഇപ്പോഴും ആ കുട്ടി നിരന്തരമായിട്ട് എന്നെ മനസ്സിങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് കുറച്ചുകൂടി ഞങ്ങൾ ഇതില്ലേ അതെ, അപ്പൊ ഞങ്ങൾ ഇത് തളർന്നില്ലല്ലോ, ഞങ്ങൾ പിന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അതാണ് അവർക്ക്. ആഷിയോട് സംസാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ എന്താണ് അതിന് ചെയ്യാൻ പറ്റുക? എന്നെ കുറിച്ച് കുറെ ഫേക്ക് കാര്യങ്ങൾ ആഷിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആഷിക്ക് ഓവർ തിങ്കിങ് മൈൻഡ് വന്നു. അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ കർമ്മ എന്ന് പറഞ്ഞ സംഭവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു അടുത്തും ഒരു ബാഡ് പ്രശ്നം വരില്ല. നേരെ മറിച്ച് നമ്മളൊരാൾക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറങ്ങി തിരിഞ്ഞ് അവരുടെ ഭാഗത്ത് തന്നെ വന്ന് എത്തും. ഇവളെ എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം പച്ച കള്ളങ്ങളായിരുന്നു. പക്ഷെ ഇവളെ കുറിച്ച് എനിക്ക് ദൈവമായിട്ട് ഒരാൾ എന്നെ കാണാൻ വേണ്ടി വരുന്നു, അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടി വരുന്നു. അയാൾ എന്നോട് ഇവളെ കാര്യങ്ങളെല്ലാം പറയുന്നു, വിത്ത് പ്രൂഫ് വീഡിയോസ് എനിക്ക് കാണിച്ചിരുന്നു. ഇവൾ പല ആൾക്കാരെയും കൂടെ ഉള്ള പല വീഡിയോസ് എനിക്ക് കാണിച്ചിരുന്നു. ആ സമയത്ത് ഇവരും രണ്ടുപേരും തമ്മിൽ കോളിംഗ് ഉണ്ട്. ഞാൻ കൊണ്ടുപോയിട്ട് ആഷിനെ കാണണമെന്ന് പറയുന്നു, ആഷിക്ക് അത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആഷിക്ക് മനസ്സിലായി ആരാണ് ഇതെന്നുള്ളത്. അങ്ങനെയാണ് ബാക്ക് ടു പിന്നിൻ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നത് ആഷി. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ദുബായ് ഇപ്പം എത്രത്തോളം അതൊരു ഓപ്പൺ മൈൻഡഡ് രാജ്യമാണ്, അവിടെ ഒരു മൾട്ടി നാഷണൽസ് ആണെന്ന് പറഞ്ഞാലും ഇപ്പം ഈ ഇന്ത്യയിൽ അനുഭവിക്കുന്ന പോലെ ഈ ഒരു നമ്മൾ നന്നായി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു സ്റ്റെയറോ അല്ലെങ്കിൽ ഇവരെന്താണ് ഇങ്ങനെ, മലയാളികളുടെ അല്ല ഞാൻ ചോദിക്കുന്നത്, പൊതുവായിട്ട് അങ്ങനെ അവിടെ അങ്ങനെയൊന്നുമില്ല. ദുബായ് ഭയങ്കര നല്ലൊരു സിറ്റിയാണ്. അതേപോലെ തന്നെ അവിടെ ഒന്നാമത് നമ്മൾ ഇവിടെ നാട്ടിലാണ് അങ്ങനത്തെ കുറെ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നത്. അവിടെ സത്യം പറഞ്ഞാൽ എല്ലാവരും ബിസി അല്ലേ, ബിസി ലൈഫ് അല്ലേ. ആർക്കും വേറൊരാളുടെ ലൈഫിലേക്കോ അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു ഇതിലേക്ക് കയറി വരാനുള്ള ഒരു സ്പേസോ ടൈമോ ഇല്ല അവിടെ. ഇപ്പൊ ഈവൻ ഞങ്ങൾ താമസിക്കുന്ന ദുബായിലെ ഫ്ലാറ്റിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ആരാന്ന് പോലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളൊരു 1 year 1.5 year ആയി അവിടെ താമസിക്കും. ഇതുവരെ അപ്പുറത്തെ ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം അതിന്റെ ടൈം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ നാട്ടുംപുറത്തും അല്ലെങ്കിൽ ഇവിടെ ഈ നാട്ടിലൊക്കെയാണ് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. ദുബായിലൊന്നും അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതെന്താ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ കണ്ണെഴുതിയിരിക്കുന്ന ലിപ്സ്റ്റിക്, അങ്ങനൊന്നും ചോദിക്കില്ല. അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് ദുബായിൽ നിന്ന് അങ്ങനെ ഒരു ബാഡ് ഇമേജ് ഉണ്ടായിട്ടില്ല. നാട്ടിൽ വരുമ്പോൾ എന്താ അവസ്ഥ?
നാട്ടിൽ വരുമ്പോഴാണ് പണ്ടൊക്കെ കേട്ടോ, ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ജസ്റ്റ് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പർച്ചേസിന് വേണ്ടി പുറത്തിറങ്ങി തന്നെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര നോട്ടം, ഓരോ കൈ കൊണ്ടും കാലുകൊണ്ടുള്ള ആക്ഷൻസ്, അതൊക്കെ നമ്മളെ ഭയങ്കര എന്നെ പെട്ടെന്ന് അങ്ങ് ഫീൽ ചെയ്യുമായിരുന്നു എനിക്ക് പണ്ട്. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവരും അക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ കുറച്ചുകൂടെ ഓപ്പൺ ആയി ചിന്തിക്കുന്ന വ്യക്തികളാണ്. പിന്നെ ഇപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി റിലേഷനായി അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നു, പെണ്ണും നടക്കുന്നു, ആൺകുട്ടികളും നടക്കുന്നു. അങ്ങനെ ആരും അങ്ങനെ ഇതാക്കുന്നില്ലല്ലോ. പണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഇത് എന്താണ് ഇവരെങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നു ആൾക്കാർ, ഓവർ ചിന്തിക്കും, ഇത് തെറ്റല്ലേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ എല്ലാവരും നല്ല ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അങ്ങനെ വരാറില്ല. സ്പെഷ്യലി ഈ ട്രാൻസ് റിലേഷൻഷിപ്സിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ പബ്ലിക്കാണ്. അല്ലെ, നിങ്ങളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അതിൽ കമ്മ്യൂണിറ്റിയുടേതും അങ്ങനെ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പം ഗേ കപ്പിൾസ് ഉണ്ടാവാം, ട്രാൻസ് കപ്പിൾസ് ഉണ്ടാവാം. അപ്പം ഇവർ ഒരു പോയിന്റിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്നു, പിന്നെ വേറൊരു പോയിന്റിൽ ഇവർ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് ഈ പബ്ലിക് കാണുമ്പോൾ ഇത് ഇവരുടെ വെറും തമാശ കളിയാണ്, ഇതൊന്നും ഒരിക്കലും ലാസ്റ്റ് ചെയ്യാനുള്ളതല്ല എന്ന് വളരെ മോശമായി ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. ഇവരെന്താ ഇവർ ചെയ്യുന്നത്, ഇവർക്ക് ഒരു പ്രോപ്പർ സെക്ഷൽ റിലേഷൻ ഇവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുപോലെയുള്ള കമന്റ്സും അതുപോലെയുള്ള സിറ്റുവേഷൻസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരാളുടെ ലൈഫിലേക്ക് കയറുമ്പോൾ അയാളുടെ ലൈഫും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരിക്കലും ലൈഫ് ഒരു തമാശയായിട്ട് കാണാതിരിക്കുക. പലപ്പോഴും പല ആൾക്കാരും ലൈഫ് തമാശയായി കാണുന്നതുകൊണ്ടാണ് പകുതിയിൽ അത് മുറിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആവുന്നത്. ലൈഫ് വളരെ കാര്യബോധമായിട്ട് അവരാരെ കാര്യത്തിലും നമ്മളെയും സ്നേഹിക്കണം. ഇവരെ മാത്രമല്ല, നമ്മളെയും സ്നേഹിക്കണം. ഇവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ ഇവർ ഓൾറെഡി ഇവർക്കുള്ള പ്രാർത്ഥനകളും ഇവർക്കുള്ള ഒരു സ്പേസും കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഈവൻ ഞാനും ആണെന്നുണ്ടെങ്കിൽ ജോബും കഴിഞ്ഞിട്ട് ആഷി ബിസിയാണ്, ഞാനും എൻ്റെ വർക്കും കഴിയാനായിട്ട് ഓൺലൈൻ വർക്കും കഴിയാനായിട്ട് ഞാനും ബിസിയാണ്. പിന്നെ വീട്ടിൽ വരുമ്പോൾ നേരത്തെ വീട്ടിൽ വരണമെന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ എനിക്ക്. ഒരുപാട് ലേറ്റായിട്ട് വരരുത്, നേരത്തെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം സംസാരിക്കും, അങ്ങനെയൊക്കെ തന്നെ. ഈ ആഷി ഫേസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഒരുപാടാണ്. ഇപ്പൊ ആഷിയെ ബൈ ഫിസിക്കലി ഓൾസോ ഇസ് എ വെരി മാൻലി ഗൈ ആണ്. അപ്പോൾ പലരും പെൺകുട്ടികൾ അപ്രോച്ച് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരാൾ ജാസി ചൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫേസ് ചെയ്യേണ്ടി വന്ന ക്രിറ്റിസിസം എന്തൊക്കെയാണ്? ആഷിക്ക് ഓൾറെഡി പെൺകുട്ടികൾ മെസ്സേജ് അയക്കുമായിരുന്നു ജാസിനെ ഒഴിവാക്കി. ഒരുപാട് മെസ്സേജ് വരും, ഫാമിലി ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ നല്ല അടിപൊളി ആളല്ലേ, നല്ല താടിയല്ലേ, നിങ്ങൾ സൂപ്പർ കാണില്ല കാണാൻ, ജാസിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ലൈഫ് തരാം. അപ്പൊ ഞാൻ നല്ല തെറി പറയുമല്ലോ ആഷിക്ക്. സത്യം പറഞ്ഞാൽ ഈ കണ്ണിന്റെ ഈ ഭാഗം വരെ താടി വരും, ഭയങ്കര താടിയാണ്. അപ്പൊ ഇവൻ ഞങ്ങൾ പെർഫ്യൂം ഷോപ്പാണ്. അപ്പൊ അവിടെ വന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഈ താടില്ലാത്ത ആണുങ്ങൾ ഉണ്ടാവും, ആൺകുട്ടികൾ വരുമല്ലോ. അപ്പൊ പറയും, അയ്യോ ആഷിയുടെ പോലെ താടി വേണം, എന്താ ചെയ്യാ. അത് കുറെ നിരന്തരം കേട്ട് അവസാനം ഞങ്ങൾ ഒരു ബിയർഡ് ഓയിൽ അങ്ങ് ഇറക്കി. ഒരു അത് അൽക്കമി അങ്ങനെ അത് ഇറക്കി ഞങ്ങള്. അപ്പൊ ഇതിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണോ ജാസി? ഞാൻ ഭയങ്കര സത്യമായിട്ടും. ഇവൻ ആശുവാണോ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ ആവശ്യങ്ങളുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കാണിക്കുള്ളൂ. ശിവനങ്ങല്ലോ എല്ലാ കാര്യത്തിലും കാണിക്കും. ആശയ്ക്ക് എങ്ങനെ ഈ ഡ്രസ്സിങ് ആശ അങ്ങനെയൊക്കെ പറയുള്ളൂ, ഒരു ഓവർ ടൈറ്റ് ഡ്രസ് ഒന്നും ഉണ്ടല്ലോ. എല്ലാ ട്രാൻസിനും നമ്മൾ കണ്ടായിരുന്നു ഹോട്ട് ഫിലിയനെ കോസ്റ്റ്യൂംസ് അവർ യൂസ് ചെയ്യുള്ളൂ. ചില ട്രാൻസ്. അപ്പോ ആശയ്ക്ക് അങ്ങനെ ഓവർ ഡ്രസ്സിങ്. ടാറ്റു ഒരു മസ്റ്റ് ആണോ? ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവരും ടാറ്റു ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒന്നും ഞങ്ങൾ എനിക്കിഷ്ടമില്ല. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു ഞാൻ ഏത് ഡ്രസ് ഇട്ട് നടക്കാൻ ഇഷ്ടം, കണ്ണു മാത്രമല്ലേ കാണുള്ളൂ. അതാണ് ഏറ്റവും ഇഷ്ടം. ഇവൻ ഞാനിപ്പോ കുറെ സാരി വീഡിയോസ് ഒക്കെ ചെയ്യുമല്ലോ, ഓൾമോസ്റ്റ് സാരി എങ്ങനെ എടുത്താലും കുറച്ച് വയറ് കാണും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അമ്മമാർ എടുക്കുന്ന പോലെ ഇവിടെ വെച്ച് പിന്നെ കുത്തണം. അപ്പോ എന്നോട് പുതിയ വീഡിയോസ് ഇട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് വയറ് കാണിച്ച് തോന്നുന്നത്. അവൻ ഞാൻ പറയും, നിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് 2 അയച്ചിട്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് പറയും. അങ്ങനൊരു അഡ്ജസ്റ്റഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജേർണി. മീൻസ് ലൈക്ക് ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ആരാണ് ഫസ്റ്റ് കൺഫ്യൂസ് ചെയ്തത് എനിക്ക് ഇഷ്ടമാണ് എന്ന്? ആരാണ്? ഞാനാ പറഞ്ഞത് ഫസ്റ്റ്. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, വീട്ടിലെല്ലാം വരലുണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർക്ക് ഓൾറെഡി അന്ന് ആ സമയത്ത് ഒരു റിലേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറയായിരുന്നു ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്നൊക്കെ, ഫോട്ടോസ് കാണിച്ചു കുട്ടിയുടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്കപ്പ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്, കാരണം രണ്ടാളും ഒരേ വൈബാണ്. അപ്പൊ എനിക്ക് തോന്നി ഒരേ വൈബുള്ള ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ രസമല്ലേ, നല്ല കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ എനിക്കും ഇഷ്ടമാണ്. ഇല്ല, കട്ട് ചെയ്തു ഫോണ്.
ഫോൺ ഇട്ടില്ല, ഞാൻ കസ്റ്റമറിൻ്റെ ഫോൺ ഫോൺ കട്ട് ചെയ്ത് പറഞ്ഞ് ഞാൻ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ, കാരണം ഇവൻ പക്ക ഒരു ഇതാണല്ലോ. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, എനിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നെ ആൾക്കാർക്ക് നിങ്ങൾ ആസ് എ കപ്പിൾ കാണുമ്പോൾ അവർക്ക് പലർക്കും എന്താണ് നിങ്ങളുടെ ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര കുറെ കമന്റ്സ് ആയിട്ടൊക്കെ വരും. ഞാൻ കമന്റ്സ് കുറെ കണ്ടിരുന്നു. നിങ്ങൾ തമ്മിൽ കളിയാണോ? എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കളി കളിച്ചിട്ടില്ല, ഇതെന്താണ് പറഞ്ഞത് കൊള്ളായിരുന്നു. അത് പിന്നെ ചോദിക്കും, നിങ്ങൾ സെക്സ് എങ്ങനെയാണ്, നിങ്ങൾ ആശി ഓക്കെ ആണോ, നിങ്ങൾ ആരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ പല കമന്റ്സ്, പ്രൈവറ്റ് കമന്റും വരും, നോർമലി അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ വരും. ഒരു ലൈഫിൽ സെക്സ് വേണ്ടെന്നല്ല, അത് വേണം, പക്ഷെ അതിനായിട്ട് ഉപരി നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാപ്പിനെസ് ആണ്. അവിടെ സെക്സിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഹാപ്പിനെസ് ആണ്. ഇഷ്ടപ്പെടുന്ന ആൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നു, നമ്മൾ പുറത്ത് പോകുന്നു, എൻജോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇവൻ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? പറയുന്നില്ല. ഇപ്പൊ ഈ ആസ് എ കമ്മ്യൂണിറ്റി, ഇപ്പം ഞാൻ പറയണം, ഇപ്പോഴും അവള് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടിയാണ് കടന്നത്. എത്രത്തോളം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞാലും ഇങ്ങനെ ഇവിടുത്തെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ദുബായിലേക്ക് പോയത്? എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ വീട്ടിൽ കുറെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ദുബായിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അന്ന് സമയത്തും ഞാൻ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ ദുബായിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇവിടുന്ന് മെഡിസിൻ കൊണ്ടുപോകും, ദുബായിൽ കഴിക്കും. അപ്പോൾ ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലേസറിന്റെ പെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോഴാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വ്യക്തികൾ എത്രത്തോളം പെയിൻ സഹിച്ചിട്ടാണ് ഈ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു അവരോടൊന്നും കൂടെ. കാരണം ആസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം പെയിൻ സഹിച്ചിട്ടാണ്. ഇതിപ്പോൾ ഓൾറെഡി ചെറിയൊരു ലേസർ ട്രീറ്റ്മെന്റ് കേട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഓപ്പറേഷൻസ് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് വരുന്ന ഫുള്ളി പൂർണ്ണമായ ഒരു സ്ത്രീ ആയ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ എത്രത്തോളം വിഷമത്തിലൂടെയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു പീരിയഡ്സിലൂടെയാണ് പോയിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം അവരുടെ റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത്, അത്രയും വേദന സഹിച്ചിട്ടാണ് അവർ ഒരു പെണ്ണായി മാറുന്നത്. അപ്പോൾ അവരൊക്കെ വീണ്ടും പോയിട്ട് 9 അല്ലെങ്കിൽ ചാന്തുപൊട്ടാണ്, അല്ലെങ്കിൽ മറ്റതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ടീം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ആസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഇപ്പം ഫസ്റ്റ് ജാസിയുടെ ഞാനൊരു എവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിലായി, ഒരു സ്റ്റാർട്ടിങ് മുതൽ. അപ്പോൾ ഫസ്റ്റ് ജാസി മീൻസ് ലൈക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ മാൻലി ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, ബിയേർഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് ട്രാൻസ് ആണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പിന്നെ എന്തിനാ ഇങ്ങനെ കോലം കിട്ടുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് എനിക്ക് ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒന്നും കൂടെ തുറന്ന് പറയാൻ ഒരു പേടിയായിരുന്നു എനിക്ക്. ഞാൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ സ്വത്തം എന്താണെന്ന് തുറന്ന് പറയാൻ ഒരു പേടി, അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സം പോലെയായിരുന്നു. കാരണം എൻ്റെ ഫാമിലി ബാക്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഫാമിലി ആരും ഓക്കെ ആയിട്ട് വന്നിട്ടില്ല. ഫിനാൻഷ്യലി അവരൊന്ന് ഓക്കെ ആക്കണം. ഇത് പറയുമ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, എൻ്റെ സിസ്റ്റേഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റേബിൾ ആവണം, ഓക്കെ ആവണം എന്ന് വെച്ചിട്ട് ആ സമയത്തൊന്നും പറയുന്നത്. പക്ഷെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആഷിനോട് എല്ലാം ഷെയർ ചെയ്യും, ഫാമിലിയോട് ഷെയർ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഓക്കെ ഫൈൻ, ഇനി എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ് വേണം. കാരണം കുറേ കാലം അവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി എനിക്കായിട്ട് ഞാൻ ജീവിക്കണം, അല്ലെങ്കിൽ ഞാനത് എൻ്റെ ലൈഫിനോട് കാണിക്കുന്ന ഒരു വലിയ ഒരു തെറ്റാവുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനിപ്പോൾ ഓക്കെ ആയിട്ട് നടക്കുന്നത്. ആ ബിയേർഡ് അപ്പോൾ ഒരു ശക്തിയായിരുന്നു, ഒരു കവചമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ഇപ്പം ഈ സമയത്ത് ഈ ഒരു ഇതിൽ എനിക്ക് രാത്രി എത്രത്തോളം സേഫ്റ്റി ആയിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് താഴെയുള്ളത് കൊണ്ട് എനിക്ക് ഏത് രാത്രിയിലും എവിടെയും പോയി വരാമായിരുന്നു. കാരണം അതൊരു രക്ഷാകവചം പോലെ തന്നെയായിരുന്നു എനിക്ക് സത്യം പറയുകയാണെങ്കിൽ. എനിക്കിഷ്ടമായിരുന്നു എൻ്റെ പണ്ടത്തെ ആ ഒരു ബിയേർഡ് ലുക്കൊക്കെ, എനിക്കിഷ്ടമാണ്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് വരികയാണ്. കാരണം ഒരുപാട് കമൻസിലൂടെയും ആൾക്കാർ, ഒരുപാട് വീട്ടമ്മമാർ, ഒരുപാട് ഏട്ടന്മാർ, ചേച്ചിമാരൊക്കെ കമൻസ് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. രണ്ടുപേരും താടി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? കാരണം ഓൾറെഡി ആഷിക്ക് കട്ടത്താടിയുണ്ട്. ആഷിന് താടിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ദുബായ്. അത് ശരി, അതാണ് തോന്നുന്നത് ഓയിലൊക്കെ അതിന്റെ ഒരു റീസൺ ആയിട്ടായിരിക്കും. ആഷിക്ക് ടിക്ടോക്കിൽ കുറെ ഫാൻസ് ഉണ്ട് ദുബായ്. നിങ്ങളുടെ ഫാമിലികൾ നിങ്ങളെ ആസ് എ കപ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി മേ ബി ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കുറേയൊക്കെ അക്സെപ്റ്റേഷൻ വന്നിട്ടുണ്ടല്ലോ, ഇനിയും കുറെ ആൾക്കാരെ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ഓൾറെഡി അക്സെപ്റ്റ് ആയി. അപ്പൊ അതുകൊണ്ട് ഇനി മേ ബി ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.